ഇനി നമുക്ക് യൂസേഴ്സിലേക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ യൂസേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ അത് എക്സ്പാൻഡ് ആവും. ഇതിൽ നമുക്ക് കാണാം ആക്റ്റീവ് യൂസേഴ്സ്, കോൺടാക്ട്സ്, ഗസ്റ്റ് യൂസേഴ്സ്, ഡിലീറ്റഡ് യൂസേഴ്സ്. അപ്പോൾ ആക്റ്റീവ് യൂസേഴ്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഓർഗനൈസേഷനിൽ കറൻ്റ്ലി നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ യൂസേഴ്സിനെയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ പുതിയ യൂസർ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആഡ് എ യൂസർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യാം. പിന്നെ യൂസർ ടെംപ്ലേറ്റ് വെച്ചിട്ട് നമ്മൾ ഏതെങ്കിലും ടെംപ്ലേറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് യൂസർ ക്രിയേഷൻ നടത്തണമെന്നുണ്ടെങ്കിൽ അത് യൂസർ ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. മൾട്ടിപ്പിൾ യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഇത് ഞാൻ അഷ്യൂർ ആക്റ്റീവ് ഡയറക്ടറി അതായത് എൻട്ര ഐ ഡിയിൽ ക്ലാസ്സിൽ നമ്മൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് മൾട്ടിപ്പിൾ യൂസേഴ്സിന് ഒരു CSV ഫയൽ ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് മൾട്ടിപ്പിൾ യൂസേഴ്സിന് അറ്റ് എ സ്ട്രെച്ച് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതേ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിലും. പിന്നെ മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നമ്മൾ എൻട്ര ഐ ഡിയിൽ പഠിച്ചതാണ്. മൾട്ടി ഫാക്ടർ ഒതൻറ്റിക്കേഷൻ നമ്മളൊരു യൂസർക്ക് അഡീഷണൽ സെക്യൂരിറ്റി, ഇപ്പോഴത്തെ കാലത്ത് സെക്യൂരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ലോഗിൻ്റെ, കാരണം ഒരുപാട് ഇമെയിൽ ത്രെഡ്സ് വരുന്നുണ്ട്, ഫിഷിംഗ് മെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പാസ്വേഡും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് സ്റ്റീൽ ചെയ്യാൻ പറ്റും ഹാക്കേഴ്സിന്. അപ്പോൾ അവരിൽ നിന്നൊരു അഡീഷണൽ പ്രൊട്ടക്ഷനായിട്ട് നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുന്നത് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷനാണ്. ഈവൻ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ പോലും അവർ സ്റ്റീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ. പിന്നെ ഏതെങ്കിലും യൂസറെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഇതുണ്ട്, സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്താൽ ആ യൂസർ ഡിലീറ്റ് ആവും. റിഫ്രഷ് ചെയ്താൽ നമ്മുടെ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി റിഫ്ലക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമ്മൾ റിഫ്രഷ് ചെയ്താൽ അത് അവിടെ റിഫ്ലക്റ്റ് ആവും. ഏതെങ്കിലും യൂസറുടെ പാസ്വേഡ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് റീസെറ്റ് എ പാസ്വേഡ്. പിന്നെ എക്സ്പോർട്ട് യൂസേഴ്സ് ഈ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഫുൾ ഒരു CSV ഫയലിലേക്ക് നമുക്ക് ഡീറ്റെയിൽസ് എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിനുള്ളതാണ് എക്സ്പോർട്ട് യൂസേഴ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന യൂസേഴ്സിനെ നിങ്ങൾക്ക് കാണാം. ഇവിടെ ഈ ഒരു യൂസറെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഡിസ്പ്ലേ നെയിം കാണിക്കും, നമ്മുടെ ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം കാണിക്കും. പിന്നെ ഇവിടെ അതിനാണ് ഇമെയിൽ അഡ്രസ്സ്, നമ്മൾ കൊടുത്തിരിക്കുന്ന ഇമെയിൽ അഡ്രസ്സ് ഏതാണോ ആ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കാണിക്കും. പിന്നെ അസൈൻ ചെയ്തിരിക്കുന്ന ലൈസൻസ്, ഞാൻ നേരത്തെ പറഞ്ഞു ഒരു യൂസർക്ക് ലൈസൻസ് കൊടുത്തെങ്കിൽ മാത്രമേ അവർക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള സർവീസസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ യൂസർക്ക് 2 ലൈസൻസ് കറൻറ്റ്ലി അസൈൻഡ് ആണ്. മൈക്രോസോഫ്റ്റ് ഡിഫൻഡർ ഫോർ ഓഫീസ് 365 പ്ലാൻ 1ഉം മൈക്രോസോഫ്റ്റ് 365 ബിസിനസ് ബേസിക്കും. അപ്പോൾ ഇത്രയാണുള്ളത്. മേലെയുള്ള യൂസർ അത് കണ്ടാൽ നിങ്ങൾക്കറിയാം അൺലൈസൻസ്ഡ് ആണ്, അതൊരു അഡ്മിൻ യൂസർ മാത്രമാണ്. അതുകൊണ്ട് അതിന് സർവീസസ് ഒന്നും കൊടുക്കുന്നില്ല, അഡ്മിൻ യൂസറാണ്, ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്ററാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ യൂസർക്ക് നമ്മൾ ലൈസൻസ് ഒന്നും കൊടുത്തില്ല, കാരണം മെയിൽ ബോക്സിൻ്റെ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് സൈൻ ഇൻ ചെയ്ത് യൂസേഴ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അഡ്മിൻ യൂസറെ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ ലൈസൻസും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ലൈസൻസ് കൊടുത്തിട്ടില്ലെങ്കിലും ആ യൂസർക്ക് സൈൻ ഇൻ ചെയ്തിട്ട് മറ്റ് യൂസേഴ്സിനെ മാനേജ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇമെയിൽ പോലുള്ള സർവീസുകൾ ആവശ്യമുണ്ടെങ്കിൽ, അതായത് ആ അക്കൗണ്ട് ലോഗിൻ ചെയ്തിട്ട് ഇമെയിൽ ആക്സസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഒരു ലൈസൻസ് കൊടുത്തെങ്കിൽ മാത്രമേ ആ യൂസർക്ക് ഇമെയിലൊക്കെ കിട്ടത്തുള്ളൂ. ഇനി നമുക്ക് ഒരു യൂസറെ ഇതിലെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ആദ്യം തന്നെ ആഡ് എ യൂസറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു വിൻഡോയിലേക്ക് പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കണം. ഫസ്റ്റ് നെയിം ഞാൻ ടെസ്റ്റ് യൂസർ എന്ന് കൊടുത്തു. അപ്പോൾ ഡിസ്പ്ലേ നെയിം ഓട്ടോമാറ്റിക്കായിട്ട് ഫസ്റ്റ് നെയിം ആൻഡ് ലാസ്റ്റ് നെയിം അവിടെ വന്നു. ഇനി നമുക്ക് ഇവിടെ യൂസർ നെയിം കൊടുക്കാം. ടെസ്റ്റ് .യൂസർ എന്ന് പറഞ്ഞൊരു യൂസർ ക്രിയേറ്റ് ചെയ്തു. ഇവിടെ നമുക്ക് 3 ഓപ്ഷൻ കാണാൻ താഴെ. ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എ പാസ്വേഡ്. ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ മൈക്രോസോഫ്റ്റ് നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഒരു റാൻഡം പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് തരും. ഫസ്റ്റ് ലോഗിനിൽ തന്നെ യൂസർക്ക് പാസ്വേഡ് ചേഞ്ച് ചെയ്യണോ എന്നാണ് ഈ ഓപ്ഷൻ ചോദിക്കുന്നത്. പിന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഉടനെ തന്നെ ഈ പാസ്വേഡ് ആർക്കെങ്കിലും അയക്കണോ എന്നാണ് ചോദിക്കുന്നത്. ഈ ടിക്ക് ഇട്ടിട്ട് നമ്മളിവിടെ ആ ഇമെയിൽ അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇമെയിലായിട്ട് ഈ യൂസർ നെയിം പാസ്വേഡ് ക്രെഡൻഷ്യലായിട്ട് അയച്ചു കൊടുക്കും. തൽക്കാലം ഞാൻ ഈ ഓട്ടോമാറ്റിക്കലി ക്രിയേറ്റ് എ പാസ്വേഡ് മാത്രം കൊടുത്തിട്ട് നെക്സ്റ്റ് അടിക്കുകയാണ്. ഇവിടെ കാണാം നിങ്ങൾക്ക് ലൊക്കേഷൻ കൊടുക്കാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷൻ ലൊക്കേഷൻ ഏതാണോ ആ ലൊക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. കറൻറ്റ്ലി ഞാൻ ഗോയിങ് വിത്ത് ഡിഫോൾട്ട് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ 3 ലൈസൻസാണ് കറൻറ്റ്ലി ഈ ഓർഗനൈസേഷനിൽ പർച്ചേസ് ആയിട്ടുള്ളത്. അപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഈ ലൈസൻസുകളിൽ ഒന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. ഇപ്പം കൂടുതൽ ലൈസൻസുകൾ നമ്മൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ ബില്ലിങ്ങിൽ പോയിട്ട് നമ്മൾ പർച്ചേസ് ചെയ്തെടുക്കണം. അത് ഞാൻ വരും ക്ലാസ്സുകളിൽ കാണിച്ചു തരാം എങ്ങനെയാണ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. തൽക്കാലം ഇതിൽ ഏതെങ്കിലും ഒരു ലൈസൻസ് നമ്മൾ സെലക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകാം. അതല്ലെങ്കിൽ നമുക്ക് ലൈസൻസ് ഇല്ലാതെ നമുക്ക് യൂസറെ ക്രിയേറ്റ് ചെയ്യാം. സപ്പോസ് ഇപ്പോൾ ഞാൻ ഈ ഒരു മൈക്രോസോഫ്റ്റ് 365 ബിസിനസ് ബേസിക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആപ്സ് 32 എന്നുള്ള. അപ്പോൾ 32 ആപ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അവതാസ് ഫോർ ടീംസ്, അഡീഷണൽ കമേഴ്ഷ്യൽ ഡാറ്റ പ്രൊട്ടക്ഷൻ, ഡാറ്റ കമേഴ്ഷ്യൽ, അങ്ങനെ ഒരുപാട്. എക്സ്ചേഞ്ച് ഓൺലൈൻ, ഈ എക്സ്ചേഞ്ച് ഓൺലൈൻ എന്നുള്ളത് മെയിൽ ബോക്സിനുള്ള ലൈസൻസ് ആണ്. മൈക്രോസോഫ്റ്റ് ടീംസിനുള്ള ലൈസൻസ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. ഷെയർ പോയിൻ്റ് ആക്സസ് ഉണ്ട്, സ്കൈപ്പ് ആക്സസ് ഉണ്ട്. ഇനി ഇതെല്ലാം ബിസിനസ് സ്റ്റാൻഡേർഡാണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ ചെറിയ ചേഞ്ചസ് ഉണ്ടാവും. ഇതിനേക്കാളും കുറച്ചുകൂടെ ഹൈ എൻഡ് വേർഷനാണ് ഇത്. ഇതിൽ കുറച്ചുകൂടെ അഡീഷണൽ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബിസിനസ് ബേസിക്കലി ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ലൈക്ക് എക്സൽ, വേർഡ്, പവർ പോയിൻറ്റ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ഇതിനൊന്നുള്ള ലൈസൻസ് ഇൻക്ലൂഡഡ് അല്ല. പക്ഷേ ബിസിനസ് സ്റ്റാൻഡേർഡിൽ അതിനുള്ള ലൈസൻസ് കൂടെ ഇൻക്ലൂഡഡ് ആണ്. മൈക്രോസോഫ്റ്റ് 365 ആപ്സ് ഫോർ ബിസിനസ് എന്ന ലൈസൻസ് കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അത് ബിസിനസ് ബേസിക്കലി ഇല്ലാത്തൊരു ലൈസൻസാണ്. അങ്ങനെ ചില ചേഞ്ചസ് ആണ്. ഓരോ ലൈസൻസിലും ഓരോരോ ചേഞ്ചസ് അതുപോലെ ഉണ്ടാവും. അപ്പോൾ തൽക്കാലം ഞാൻ യൂസർക്ക് ലൈസൻസ് കൊടുക്കാതെ ക്രിയേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് കൊടുക്കുന്നു. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം എന്തെങ്കിലും റൂൾസ് നമ്മൾ കൊടുക്കുന്നുണ്ടോ എന്ന്. നമ്മളിപ്പോൾ ഒരു അഡ്മിൻ യൂസറെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ അഡ്മിൻ സെൻറ്റർ ആക്സസ് കൊടുത്തിട്ട് എക്സ്ചേഞ്ച് അഡ്മിനിസ്ട്രേറ്ററോ ഗ്ലോബൽ അഡ്മിനിസ്ട്രേറ്ററോ അതുപോലെ ഏത് അഡ്മിനിസ്ട്രേറ്ററാണോ ഏത് അഡ്മിനിസ്ട്രേറ്ററാണോ നമ്മൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ ജസ്റ്റ് യൂസറായിട്ട് ഒരു സാധാ യൂസർ ആണെങ്കിൽ അത് സാധാ യൂസറായിട്ട്. ഇപ്പോൾ നമ്മളൊരു എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് ഒരു ലൈസൻസ് കൊടുത്തുള്ള യൂസർ ആണെങ്കിൽ നമുക്ക് അഡ്മിൻ സെൻറ്റർ ആക്സസ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഒരു സാധാ യൂസറായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നെക്സ്റ്റ് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ഒരു സമ്മറി വന്നു. റിവ്യൂ ചെയ്യാം. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് റിവ്യൂ ചെയ്യാം. പാസ്വേഡ് ഓട്ടോ ജനറേറ്റഡ് ആണ്. യൂസർ നെയിം ഇവിടെ ഉണ്ട്. ഇമെയിൽ അഡ്രസ്സ് ഇവിടെയുണ്ട്. പ്രൊഡക്റ്റ് ലൈസൻസ് നമ്മൾ ലൈസൻസ് ഒന്നും കറൻ്റ്ലി അസൈൻ ചെയ്യുന്നില്ല. പിന്നെ യൂസർ റോൾസ് ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. എന്നിട്ട് ഫിനിഷ് ആഡിങ് കൊടുക്കാം. ഫിനിഷ് ആഡിങ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ യൂസറെ പാസ്വേഡ് നമുക്ക് ഇവിടെ ഷോ അടിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും. അപ്പോൾ ഒരു ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പാസ്വേഡാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതാണ് മൈക്രോസോഫ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നത്, നല്ല കോംപ്ലക്സിറ്റി ഉള്ള പാസ്വേഡ്. ഇപ്പോൾ പ്രീവിയസ്ലി അത് 8 ഡിജിറ്റ് ലെറ്റേഴ്സ് ഉള്ള പാസ്വേഡൊക്കെ ആയിരുന്നു തന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ കോംപ്ലക്സിറ്റി കൂട്ടിയിട്ടുണ്ട്, ലെറ്റേഴ്സിൻ്റെ എണ്ണമൊക്കെ കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെസ്റ്റ് യൂസർ ഇവിടെ വന്നിട്ടുണ്ടാവും. ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ള യൂസർ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു പെയിൻ ഓപ്പൺ ആയിട്ട് വരും. അത് നമുക്ക് യൂസറുടെ കുറച്ചുകൂടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഇതിൽ യൂസർ നെയിം ഉണ്ട്, ലാസ്റ്റ് എന്നാണ് സൈൻ ഇൻ ചെയ്തത്, പിന്നെ സൈൻ ഔട്ട്. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ ഈ യൂസർ ഒരു ഇമെയിൽ ത്രെറ്റ് ഫേസ് ചെയ്തു, ഈ യൂസറുടെ അക്കൗണ്ട് കോംപ്രമൈസ് ചെയ്യപ്പെട്ടു എന്ന് സംശയം തോന്നുവാണെങ്കിൽ, അതായത് നമ്മുടെ ഹാക്കർ സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എല്ലാ സെഷൻസും സൈൻ ഔട്ട് ചെയ്യാം. നമ്മുടെ എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും എല്ലാ സെഷനും സൈൻ ഔട്ട് ചെയ്യാൻ വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യാം. അതുകൊണ്ട് അതിനുള്ളൊരു ഓപ്ഷനാണ് സൈൻ ഔട്ട് ഓഫ് ഓൾ സെഷൻസ് എന്നുള്ളത്. പിന്നെ ആൾട്ടർനേറ്റ് ഇമെയിൽ അഡ്രസ്സ് ലൈക്ക് ഏലിയാസ് ഇമെയിൽ അഡ്രസ്സുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്യാം. ഇതിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്ക് ടീംസ് ആൻഡ് ഗ്രൂപ്പ്സ് വേണ്ട, നമുക്ക് മൾട്ടിപ്പിൾ ഗ്രൂപ്പ്സൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഗ്രൂപ്പ്സിലേക്ക് നമുക്ക് ഈ യൂസർ ആഡ് ചെയ്യണം, നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യാം. അഡ്മിൻ സെൻറ്റർ ആക്സസ് വേണമെങ്കിൽ നമുക്ക് ഇനിയും കൊടുക്കാം. ഇവിടെ മാനേജർ റോൾസ് കൊടുത്ത് ഇനിയും കൊടുക്കാം. പിന്നെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, ഈ യൂസറുടെ മാനേജർ ഡീറ്റെയിൽസ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ആഡ് ചെയ്യാം. ഫോൺ നമ്പർ ആഡ് ചെയ്യാം. അങ്ങനെ ഒരുപാട് ഈ മൾട്ടി ഫാക്ടർ ഓതൻറ്റിക്കേഷൻ നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് മാനേജ് ചെയ്യാം. ഈ ഡിവൈസസ് നമ്മൾ ഇൻട്യൂൺ ലൈസൻസ് ഉണ്ടെങ്കിലേ നമുക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഡിവൈസ് ഇപ്പോൾ കറൻ്റ്ലി നമ്മൾ ഇൻട്യൂൺ ലൈസൻസ് ഇല്ലാത്തൊരു യൂസറാണിത്. നമ്മളൊരു ലൈസൻസും കൊടുത്തില്ല യൂസർക്ക്. അതുകൊണ്ട് ഈ ഡിവൈസ് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ല. ഇൻട്യൂൺ ലൈസൻസ് ഉള്ള യൂസർ ഒരു ഡിവൈസിൽ ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സിസ്റ്റം നമ്മുടെ എൻട്ര ഐ ഡിയിൽ രജിസ്റ്റർ ആകും, ഇൻട്യൂണിൽ രജിസ്റ്റർ ആവും. ഇൻട്യൂണിൽ രജിസ്റ്റർ ആയി കഴിയുമ്പോൾ ആ ഡിവൈസ് ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കിട്ടും. പിന്നെ ലൈസൻസ് ആൻഡ് ആപ്സ്, നേരത്തെ നമ്മൾ ലൈസൻസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്ക് ഇനിയും ലൈസൻസ് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. മൈക്രോസോഫ്റ്റ് ബിസിനസ് ഇപ്പോൾ കറൻ്റ്ലി ലൈസൻസുകളൊന്നും അവൈലബിൾ അല്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നില്ല. പുതിയ ലൈസൻസ് വാങ്ങിയതിന് ശേഷം നമുക്ക് ഇവിടെ കൊടുക്കണമെങ്കിൽ നമുക്ക് ടിക്കറ്റ് ഇട്ട് സേവ് ചേഞ്ചസ് കൊടുത്താൽ അത് അസൈൻ ആവും. പിന്നെ മെയിൽ, കറൻ്റ്ലി നമ്മൾ മെയിൽ ബോക്സ് ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് ഇവിടെ മെയിൽ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ടില്ല. പിന്നെ വൺ ഡ്രൈവിനും നമ്മൾ ലൈസൻസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് വൺ ഡ്രൈവ് ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. പിന്നെ ഇവിടുന്ന് നമുക്ക് യൂസർ സൈൻ ഇൻ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ യൂസർക്ക് സൈൻ ഇൻ ചെയ്യാൻ പറ്റത്തില്ല. ഡിലീറ്റ് യൂസർ അടിച്ചാൽ യൂസർ ഡിലീറ്റ് ആവും. ഇനി നമുക്ക് ഈ യൂസറെ ഒന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിലീറ്റ് യൂസർ ക്ലിക്ക് ചെയ്തു. ഡിലീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു, യൂസർ ഡിലീറ്റായി. അപ്പോൾ നമ്മൾ ഈ ഡിലീറ്റ് ചെയ്ത യൂസർ നേരെ ഡിലീറ്റഡ് യൂസേഴ്സിൽ വന്ന് നിൽക്കുന്നുണ്ടാവും. ഇതാ കാണാം, ടെസ്റ്റ് യൂസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ യൂസർ 30 ദിവസം വരെ ഈ ഡിലീറ്റഡ് യൂസേഴ്സിൽ നിൽക്കും. അതിനുശേഷം പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയും. അതിന് മുന്നേ നമുക്ക് ഈ യൂസർ റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റീസ്റ്റോർ ചെയ്ത് എടുക്കാവുന്നതാണ്. പിന്നെ ഗസ്റ്റ് യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷന് പല കമ്പനികളുമായിട്ട് ഔട്ട്സൈഡ് ഓർഗനൈസേഷനൊക്കെ ആയിട്ട് കോൺടാക്റ്റ് ഉണ്ടാവും. അപ്പോൾ അവർ ത്രൂ ഒക്കെ മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ നമ്മളുടെ ടീംസിൽ അവരുടെ മെയിൽ അഡ്രസ്സ് വെച്ചിട്ട്, ഫോർ എക്സാമ്പിൾ എൻ്റെ കമ്പനി abc.com ആണെങ്കിൽ xyz.com ഒരു എംപ്ലോയിയെ എൻ്റെ ടീംസിൻ്റെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ആ യൂസറെ ഗസ്റ്റ് യൂസറായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ആഡ് ഗസ്റ്റ് യൂസർ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനെ നമ്മളെ നേരെ അഷോ പോർട്ടലിലേക്കാണ് എടുക്കുക. അവിടെ നമ്മൾ ഇൻവൈറ്റ് യൂസർ എടുക്കുക. എന്നിട്ട് മെയിൽ അഡ്രസ്സ് ടെസ്റ്റ് യൂസറിന് കൊടുത്തു. ടെസ്റ്റ് യൂസർ@xyz.com
എന്ന് ഞാൻ ആഡ് ചെയ്തു. അതിനുശേഷം ഫസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കൊടുക്കാം. തൽക്കാലം ഞാനൊന്നും കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഗ്രൂപ്പിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീംസ് ഗ്രൂപ്പൊക്കെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ ഗ്രൂപ്പിലെ എങ്ങാനും ഇപ്പോൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. തൽക്കാലം ഞാനൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ റോൾസ് അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അസൈൻ ചെയ്യാം. പിന്നെ സൈൻ ഇൻ ആസ് ഓഫ് നൗ സൈൻ ഇൻ ബ്ലോക്ക് ചെയ്യണമെന്നാണെങ്കിൽ ബ്ലോക്ക് സൈൻ ഇൻ കൊടുക്കാം. യൂസേജ് ലൊക്കേഷൻ ഏത് ലൊക്കേഷനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ യൂസ് ആണോ എങ്ങനെയാണെങ്കിൽ അത് കൊടുക്കാം. ഒന്നും കൊടുത്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇൻവൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർക്ക് നമ്മൾ ഈ ആഡ് ചെയ്തിരിക്കുന്ന ഈ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു ഇൻവൈറ്റ് പോകും. കൂടാതെ അതിനെ ആ ഒരു യൂസർ നമ്മുടെ അഡ്മിൻ സെൻറ്ററിൽ ഒരു ഗസ്റ്റ് യൂസറായിട്ട് ആഡായിട്ട് ഇരിക്കുന്നുണ്ടാവും. ആ യൂസറെ നമുക്ക് പിന്നീട് നമ്മുടെ ടീംസ് ഗ്രൂപ്പിലോ വേറെ എന്തെങ്കിലും ഗ്രൂപ്പിലോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. പിന്നെയുള്ളതാണ് കോണ്ടാക്ട്സ് നമുക്ക് ഇവിടെ ആഡ് കോണ്ടാക്ട് അടിച്ച് നമ്മുടെ ഓരോരുത്തരെയും നമ്മുടെ ഓർഗനൈസേഷനിലുള്ള ആളുകളുടെ ഡീറ്റെയിൽസ്, ഫോർ എക്സാമ്പിൾ എല്ലാ യൂസേഴ്സും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്ന യൂസേഴ്സ് ആയിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഒരു സെക്യൂരിറ്റിക്കോ അല്ലെങ്കിൽ അതുപോലെ സ്വീപ്പർ അങ്ങനെയുള്ള ചില യൂസേഴ്സ് ഉണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും. അവരാരും കമ്പ്യൂട്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്കൊരു ലോഗിൻ ഇൻഫർമേഷൻ ഒന്നും ലോഗിൻ യൂസർ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളവരെ നമുക്ക് ഒരു ഇമെയിൽ അഡ്രസ്സ് ക്രിയേറ്റ് ചെയ്ത് ഒരു അക്കൗണ്ട് പോലെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഹൈഡ് ഫ്രം ഓർഗനൈസേഷൻസ് ഗ്ലോബൽ അഡ്രസ് ലിസ്റ്റ് എന്ന് ഇവിടെ ടിക്കറ്റ് കഴിഞ്ഞാൽ അതിനെ നമ്മളെ ഓർഗനൈസേഷൻ്റെ ഗ്ലോബൽ അഡ്രസ് ലിസ്റ്റ് കൊടുക്കില്ല. ഈ കോണ്ടാക്ട്സിന് നമുക്ക് ലൈസൻസ് അസൈൻ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കോണ്ടാക്ട്സ് എന്ന് പറയുന്നത് നമുക്കിവിടെ മൾട്ടിപ്പിൾ കോണ്ടാക്ട്സ് ആഡ് ചെയ്യാനുള്ളൊരു പ്രിവിലേജ് ഉണ്ട്. കോണ്ടാക്ട്സ് ആഡ് ചെയ്യാം. ഇപ്പോൾ ഈ ചില യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാം. നമ്മുടെ ഓഫീസിൽ വരുന്ന വിസിറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യത്തിൽ വരുന്ന ആൾക്കാരുടെ കോണ്ടാക്ട്സ് സേവ് ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുക്കുക, ഡിസ്പ്ലേ നെയിം വരും, ഇമെയിൽ അഡ്രസ്സ് നമുക്ക് ആഡ് ചെയ്യാം. ഇതിനെ നമുക്ക് ബൈ ഡീഫോൾട്ട് ഇത് ഗ്ലോബൽ അഡ്രസ് ലിസ്റ്റ് ആവും. അഡ്രസ്സ് ലിസ്റ്റ് ആവണ്ട എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ടിക്ക് ഇടാം. പിന്നെ പ്രൊഫൈൽ ഇൻഫോ കൂടുതൽ ഫർദർ ഡീറ്റെയിൽസ് ഇവിടെ ഏത് കമ്പനിയിൽ നിന്നാണ്, അതിൻ്റെ ഓഫീസ് അഡ്രസ്സ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. മെയിൽ ടിപ്പ് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അത് ഇവിടെ ആഡ് ചെയ്ത് വെക്കാം. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ നമുക്കൊരു കോൺടാക്റ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ മൈക്രോസോഫ്റ്റ് 365 തരുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ആക്റ്റീവ് യൂസേഴ്സ്. ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇത്രയാണ് മൈക്രോസോഫ്റ്റ് 365 അഡ്മിൻ സെൻറ്ററിലെ യൂസേഴ്സിൻ്റെ ഡീറ്റെയിൽസ്. ഇനി ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം.